ഈ ദാസ എന്ന് പറയുന്നത് ഡയറക്റ്റ് അഡ്മിഷൻ ഓഫ് സ്റ്റുഡൻസ് അബ്രോഡ്. NRI സ്റ്റുഡൻസിന് ഇന്ത്യയുടെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അഡ്മിഷൻ നേടാനുള്ള ഒരു സ്കീമിന്റെ പേരാണ് ദാസ. അതൊരു പരീക്ഷയുടെ പേരല്ല. 2021 വരെ സാറ്റ് ത്രൂ ആണ് ഇതിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം അത് JEE മെയിൻ ആയി. അപ്പോൾ JEE മെയിനിന്റെ സ്കോർ ഉപയോഗിച്ച് നിങ്ങൾ പുറത്താണ് 11th 12th പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യക്ക് പുറത്താണ് 11th 12th പഠിച്ചിട്ടുള്ളതെങ്കിൽ ഈ സ്കീമിലൂടെ നിങ്ങൾക്ക് അഡ്മിഷനുകൾ നേടാനാകും. ഇപ്പോൾ NIT, IIIT അങ്ങനെയുള്ള പല സ്ഥാപനങ്ങളിലേക്കും നിങ്ങൾക്ക് അഡ്മിഷൻ തേടി പോകാൻ പറ്റും. അപ്പോൾ ഇതിൽ 2024 എലിജിബിലിറ്റി ക്രൈറ്റീരിയ പ്രകാരം 75% അഗ്രിഗേറ്റ് ഇതിന് നിർബന്ധമാണ്. ഏതൊക്കെ വിഷയങ്ങളിലാണ് എന്ന് ചോദിച്ചാൽ, 1 മാൻഡേറ്ററിലി ഫിസിക്സ്, 2 മാൻഡേറ്ററിലി മാത്തമാറ്റിക്സ്. പക്ഷേ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു 3-4 സബ്ജക്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് അവർ. ഒന്നുകിൽ ബയോളജി, അല്ലെങ്കിൽ ബയോടെക്നോളജി, അതല്ലെങ്കിൽ കെമിസ്ട്രി, അതുമല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്. ഇതിൽ ചേർത്ത് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 75% മാർക്ക് ഉണ്ടാവണം. എന്നാലാണ് നമ്മൾ ദാസയ്ക്ക് എലിജിബിൾ ആവുക. അപ്പോൾ 12ാം ക്ലാസ് ഉഴപ്പി പഠിച്ചാലേ ദാസ് സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന നടക്കില്ല, അത് ഓർമ്മ വേണം. അപ്പോൾ ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചോളൂ, നന്നായി പഠിക്കണം കേട്ടോ. JEEയിൽ മാത്രം ഞാൻ നന്നായിട്ട് സ്കോർ ചെയ്യും, ബോർഡിൽ ഞാൻ അങ്ങ് ഉഴപ്പും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ സ്കീമിലൂടെ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാനാവില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കീപ് ഗോയിങ്, ഹാപ്പി ലേണിംഗ്.